ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 3 ശ്ലോകം 2. ഒരു ദിവസം 10 ശ്ലോകം നിർമ്മിച്ച് ഗുരുവായൂരപ്പനെ സ്തുതിക്കുക, 100 ദിവസം കൊണ്ട് ഭാഗവത സാരസംഗ്രഹം അവസാനിപ്പിക്കുക എന്നൊരു സങ്കല്പത്തിലാണ് മേൽപ്പത്തൂര് ഭജനം തുടങ്ങിയത്. 2 ദിവസം അങ്ങനെ ഭജനമൊക്കെ വിചാരിച്ച പോലെ നടന്നു. 3-ാമത്തെ ദിവസം ആയപ്പോഴേക്ക് വാദം വീണ്ടും കോപിച്ചു. മേൽപ്പത്തൂരിൻ്റെ മനസ്സിന് ഇളക്കം തട്ടി. ഭജനം തുടരാൻ പ്രയാസമാണ് എന്ന സ്ഥിതി വന്നു ചേർന്നു. എങ്കിലും അനുജൻ്റെ സഹായത്തോടു കൂടി ഒരുവിധം അമ്പലത്തിലെത്തി. വേദനയുടെ ശക്തി കൊണ്ടാണെങ്കിൽ ഒന്നിനും സാധിക്കുന്നില്ല. ഭക്തന്മാർ ചിലർ നാമം ജപിക്കുന്നു, ചിലർ ഭഗവത് സ്വരൂപം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു, ചിലർ ഭഗവാന്റെ ഗുണകഥകൾ പറയുന്നു, ചിലർ പ്രദക്ഷിണം വയ്ക്കുന്നു, നമസ്കരിക്കുന്നു. ഭാഗ്യവാന്മാർ. തനിക്ക് അതിനൊന്നിനും കഴിയുന്നില്ലല്ലോ, ഒന്നിനും മനസ്സിരിക്കുന്നുമില്ല. ആ സമയത്ത് ഗുരുവായൂരപ്പനോട് നേരിട്ട് കുറെ സങ്കടം പറയാനാണ് തോന്നിയത് എന്നാണ് പറയുന്നത്. അന്നത്തെ ശ്ലോകങ്ങളെല്ലാം മേൽപ്പത്തൂരിൻ്റെ അർത്ഥപ്രലാപമാണ്. തൻ്റെ പേരിൽ തെല്ല് കരുണ കാണിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് പ്രധാനം. ഭജനം നിർത്തണോ തുടരണോ എന്നുള്ള ചിന്തയുടെ ആന്തോളനമാണ് അങ്ങനെ ഈ 3-ാമത്തെ ദശകത്തിൽ ഉടനീളം കാണുന്നത്. 1-2 ദശകങ്ങളിൽ കവി തൻ്റെ രോഗത്തെക്കുറിച്ച് തീരെ പരാമർശിക്കുന്നില്ല. എന്നാൽ 3-ാം ദശകം മുഴുവനും തൻ്റെ രോഗത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. 4-ാമത്തെ ദശകം തുടങ്ങുന്നതും എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ മിക്ക ദശകവും അവസാനിപ്പിക്കുന്നത് എൻ്റെ രോഗങ്ങൾ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ചില ദശകങ്ങളിൽ ഇടയ്ക്കുമുണ്ട് രോഗപരാമർശം. അങ്ങനെ 199-ാം ദശകത്തിൻ്റെ അവസാനം വരെ രോഗങ്ങൾ അനുഭവിച്ചു കൊണ്ട് തന്നെയാണ് ഭജനവും സ്തോത്രരചനയും തുടരുന്നത് എന്ന് നമുക്ക് ഊഹിക്കേണ്ടിയിരിക്കുന്നു. 100 ദിവസം ഭജിക്കാനൊരുങ്ങി വന്ന തനിക്ക് രോഗം മൂർച്ഛിച്ച് ഭജനം തുടരാൻ സാധിക്കാത്ത നിലയാണ് ഉള്ളത് എന്നും തൻ്റെ പേരിൽ കാരുണ്യം ഉണ്ടാവണമെന്നും കവി സങ്കടത്തോടു കൂടി അറിയിക്കുകയാണ്. 3-ാമത്തെ ദശകത്തിലെ 2-ാമത്തെ ശ്ലോകം. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസപരേഭി അനാസക്തം ചിത്തം ഭവതി പദ വിഷ്ണു ഗുരുദയാം ഭവത്പാദാംബോജസ്മരണ രസികോ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസപരേഭി അനാസക്തം ചിത്തം ഭവതി പദ വിഷ്ണു കുരുദയാം ഭവത്പാദാംബോജ സ്മരണ രസികോ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. ഗതക്ലിഷ്ടം കഷ്ടം ചിത്തം. രോഗങ്ങൾ ക്ലേശിപ്പിച്ച് വേദന അനുഭവിക്കുന്ന മനസ്സ്. തവ ചരണസേവാരസവരേബി വരേ അഭി. നിന്ദ്രോടിയുടെ തൃക്കാൽ ഭജിച്ച് പരമാനന്ദം അനുഭവിക്കാൻ പോലും അനാസക്തം ഭവതി പദ. ആസക്തി ഇല്ലാത്തതായിത്തീരുന്നു കഷ്ടം. വിഷ്ണു, സർവാന്തരാമിയായ ഭഗവാനെ, ദയാം ഗുരു, കരുണ ചെയ്യണേ. അഹം ഭവത്പാദാംബോജ സ്മരണരസിക. ഞാൻ നിന്ദ്രോടിയുടെ പാതാരബന്ധങ്ങളെ ധ്യാനിച്ച് രസിച്ചുകൊണ്ടും നാമനിവഹാൻ ഗായം ഗായം, തിരുനാമങ്ങളെ ഇടപെടാതെ പാടിക്കൊണ്ടും കുഹജന വിജനെ, ആരുമില്ലാത്ത വല്ല സ്ഥലത്തും പോയിരിക്കണമോ? വിവത്സ്യാമി, പോയിട്ട് ഇരിക്കണോ എന്നാണ് ചോദിക്കുന്നത്. ചില പുസ്തകത്തിൽ വിവത്സാമി എന്നും പാടുണ്ട് എന്ന് പറയുന്നു. വിവത്സ്യാമിയാണ് ഇപ്പം ഞാൻ വായിച്ചത്. വിവത്സാമി എന്നും പാഠമുണ്ട്. അങ്ങനെയാണെങ്കിൽ വസിക്കാൻ ഇച്ഛിക്കുന്നു എന്നാണ് അതിനർത്ഥം. രോഗക്ലേശം കൊണ്ട് ഇവിടം വിട്ട് മറ്റേ എവിടെയെങ്കിലും ചെന്നിരിക്കാൻ പോലും തോന്നിപ്പോകുന്നു എന്ന് താല്പര്യം. രോഗങ്ങൾ ക്ലേശിപ്പിച്ച് വേദന അനുഭവിക്കുന്ന മനസ്സ് നിന്ദ്രവടിയുടെ തൃക്കാൽ ഭജിച്ച് പരമാനന്ദം അനുഭവിക്കാൻ പോലും ആസക്തി ഇല്ലാത്തതായി തീരുന്നു കഷ്ടം. സർവാന്തരാമിയായ ഭഗവാനെ, കരുണ ചെയ്യണേ. ഞാൻ നിന്ദ്രവടിയുടെ പാതാരബന്ധങ്ങളെ ധ്യാനിച്ച് രസിച്ചുകൊണ്ടും തിരുനാമങ്ങളെ ഇടപെടാതെ പാടിക്കൊണ്ടും കുഹജന വിജനെ വിവത്സ്യാമി, ആരുമില്ലാത്ത വല്ല സ്ഥലത്തും പോയിരിക്കണമോ? ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസവരേപി അനാസക്തം ചിത്തം ഭവതി പദ വിഷ്ണു കുരുദയാം ഭവത്പാദാംബോജസ്മരണ രസികോ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസപരേപി അനാസക്തം ചിത്തം ഭവതി പദ വിഷ്ണു കുരുദയാം
ഭവത്പാദാംബോജസ്മരണരസികോ നാമ നിവഹാൻ അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസപരേഭി അനാസക്തം ചിത്തം ഭവതി വദ വിഷ്ണു കുരുദയാം ഭവൽപാദാംബോജസ്മരണ രസികോ നാമ നിവഹാൻ അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.